ഓപ്പോയുടെ ഫൈൻഡ് X3 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഓപ്പോ ഫൈൻഡ് X3 സീരീസിൽ വരുന്ന ഒരു ഫോണാണ് ഓപ്പോ ഫൈൻഡ് X3 നിയോ. ഈ ഒരു ഫോണിൻ്റെ റെൻഡേഴ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം പറയേണ്ട ഒരു കാര്യം, ഓപ്പോ ഫൈൻഡ് X3 നിയോ എന്ന ഫോണ് ഓപ്പോയുടെ തന്നെ മറ്റൊരു ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോൺ മറ്റ് രാജ്യങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്ത ഫോൺ ആയതുകൊണ്ട് തന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം കൺഫേംഡ് ആണ്. സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോ ഫൈൻഡ് X3 നിയോയിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ HDR10+ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. പഞ്ചോൾ വരിക ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും. ഏകദേശം 92.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഏകദേശം 1100 നിറ്റ്സ് ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരും. ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂളായിരിക്കും വരിക. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയും അതുപോലെ തന്നെ അലൂമിനിയം ഫ്രെയിമും വരുന്നതായിരിക്കും. ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 184 ഗ്രാം ആയിരിക്കും. ഫോണിൻ്റെ തിക്നെസ് വരിക ഏകദേശം 7.99 mm ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം തിക്നെസ് കുറഞ്ഞൊരു ഫോണായിരിക്കും ഇത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 865 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചൈനയിൽ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ആയിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വന്നിരുന്നത്. പിന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. LPDDR4Xൻ്റെ റാമുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരും. അതുപോലെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് വരില്ല. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരിക ക്യാമറ ആയിരിക്കും. ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആയിരിക്കും വരിക. ഇതിൽ 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസർ ആയിരിക്കും വരിക. ഇത് സോണി IMX766ൻ്റെ സെൻസർ ആയിരിക്കും. സെൻസർ സൈസ് വരിക 1/1.56 ഇഞ്ച് ആയിരിക്കും. ഇതിൽ OIS സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. അതുപോലെ 13 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസും പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 4500 mAhൻ്റെ ബാറ്ററി വരുന്നതായിരിക്കും. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. അപ്പോൾ സ്പെസിഫിക്കേഷനെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഫോൺ ഓപ്പോ റെനോ 5 Pro Plus 5G എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആണെന്നുള്ള കാര്യം. പിന്നെ ഓപ്പോ റെനോ 5 Pro Plus 5G എന്ന ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഫോൺ ഇന്ത്യയിൽ വരുന്നതായിരിക്കും. പക്ഷേ ഏത് പേരിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ഓപ്പോ റെനോ 5 Pro Plus 5G എന്ന പേരിൽ തന്നെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഓപ്പോ ഫൈൻഡ് X3 നിയോ എന്ന പേരിലായിരിക്കും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നത് ഏകദേശം 45,000 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു. ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പം വില കുറച്ച് കൂടിയേക്കാം. പിന്നെ ഈ ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.